ലാൻഡ് റിഫോംസ് 2.0 അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇത്തവണ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലയ്ക്ക് അല്ല, നേരെ തിരിച്ചാണ്. കാരണം അത് കുത്തകകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലാൻഡ് റിഫോംസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഭൂനിയമങ്ങൾ പരിഷ്കരിച്ച് വ്യവസായ വാണിജ്യ പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കുറെ കൂടി സുഗമമായ മാർഗങ്ങൾ ഇതിലൂടെ സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഈ സ്റ്റേറ്റ് ലാൻഡ് ബാങ്കിന് വേണ്ടിയിട്ട് ലാൻഡ് പൂൾ ചെയ്യുക, അത്തരം കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. സ്വാഭാവികമായും അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകും എന്നാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ അതിനൊപ്പം കുത്തകകൾക്ക് ഗുണം ചെയ്യുന്ന തീരുമാനമായിരിക്കും ഈ ലാൻഡ് റിഫോംസ്. അതായത് അന്നത്തെ ഭൂപരിഷ്കരണം എന്താണോ അതിനെ മറ്റൊരു പതിപ്പ്, വേറൊരു തരത്തിൽ സാധാരണക്കാർക്ക് അത് പ്രയോജനം തീരെ ചെയ്യാത്തതാണോ എന്ന് ചോദിച്ചാൽ ഭൂ ഉടമകൾക്ക് അതായത് ഏറ്റവും ഭൂമി ഇല്ലാത്തവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നല്ല. അതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം എത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ഇതിൻ്റെ ഒരു ഈ പദ്ധതിയുടെ ഒരു ആലോചന വരുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട സാധ്യതകൾ അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങളും വാണിജ്യങ്ങളും വരാൻ വേണ്ടിയിട്ടുള്ള പുതിയ സാധ്യതകൾ ആരായുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഇതല്ല ഈ ബജറ്റ് എന്ന് പറയുന്നത് വലിയ ഗൗരവത്തോടെ ചെയ്തിരിക്കുന്ന ബജറ്റാണ്. പക്ഷേ അത് മുഴുവൻ ഇനി അങ്ങോട്ടുള്ള 5 വർഷത്തേക്ക് ഈ സർക്കാരിൻ്റെ ആലോചനകൾ ഏത് ഗതിക്ക് പോകും അതിനൊരു വഴി തെളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആലോചനയുണ്ട്, പദ്ധതിയുണ്ട്, അതിനുള്ള വഴി തെളിക്കാനുള്ള ബജറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ലാൻഡ് റിഫോംസ് 2.0 ഇതിൽ വന്നത്. മറ്റൊന്ന് ഈ മിഷൻ സമുദ്ര വരുന്നത്, അതായത് ഈ 600 കിലോമീറ്റർ കടൽ തീരം, 17 തുറമുഖങ്ങൾ, ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് സ്വാഭാവികമായും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്നതൊക്കെ വണ്ണം അത് തുറന്നു കൊടുക്കപ്പെടുന്നു. അതായത് മാരിടൈം ബിസിനസ്സിൽ ഏതാണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള സ്വകാര്യ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഇത് മാത്രമല്ല, ടോട്ടൽ ബ്ലൂ എക്കോണമി സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായി പ്രാപ്തമാവുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ ഇത് മാറിയേക്കാം എന്നുള്ളതാണ്. അതുപോലെ സതേൺ കേരള എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന സംഗതി, ഇതേ ആലോചനകൾ മുമ്പ് പല ഘട്ടത്തിലും പല സ്വഭാവത്തിൽ വന്നതാണ്. അന്നെല്ലാം വലിയ എതിർപ്പുകൾ ഉണ്ടായതുമാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ ധാതു നിക്ഷേപത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതി എന്നുള്ളത്, അത് സ്വാഭാവികമായും അത് സ്വകാര്യ മേഖലയുടെ വലിയ കടന്നുവരവ് ആ മേഖലയിൽ ഉണ്ടാകുമ്പോൾ അത് ചെറിയ എതിർപ്പുകൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്യും, സമരങ്ങളിലേക്കും ഒക്കെ പോകുന്നു. അതാണ് MRLന്റെ നോട്ട് ബുക്കിൽ UDF നേതാക്കളുടെ പേരുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന കാലത്താണ് അതാ ഞാൻ പറഞ്ഞത്. ഈ മേഖലയിലെല്ലാം അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ഈ ഇൻവെസ്റ്റ് കേരള കോളും സിംഗിൾ വിൻഡോ ക്ലിയറൻസും ഒക്കെ പറയുന്ന സംഗതികളും സ്വകാര്യ മേഖലയുടെ പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് തന്നെ, അത് മോശമെന്നല്ല കേട്ടോ. ആ നിലയ്ക്ക് അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഈ പറയുന്ന ധാതു നിക്ഷേപത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളുടെ ബ്ലൂ ഇക്കോണമിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ തുറമുഖങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളിൽ സ്വകാര്യ മേഖല ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം. അല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാർ നമ്മുടെ എഴുതി കൊടുത്തതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിൽ ഇൻഫോ പാർക്ക് പൂർണ്ണമായി എഴുതി കൊടുക്കാൻ ആലോചിച്ച മട്ടിലുള്ള ആലോചന ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ആ കരുതൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരിക്കും. പിന്നെ ഈ ഫിലിം സിറ്റിയുടെ ഇവിടുത്തെ ആലോചന പറഞ്ഞല്ലോ, അത് 100 കോടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അതിനേക്കാൾ വലിയ സാധ്യതയും ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നേരിട്ട് സ്വകാര്യ മേഖല ഇടപെടുന്ന ഒരു തലം, ഒരു സംഗതി കൂടി ആയതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കാം. വ്യവസായമായിട്ട് പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്ത തീർച്ചയായിട്ടും. അതുപോലെ സ്പേസ്, നോളജ് വാലി, സ്റ്റാർട്ടപ്പ്, ഇതിൻ്റെയൊക്കെയുള്ള പിന്തുണ, ഇത്തരം സംഗതികളിലെല്ലാം കാര്യം 5 കോടി ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ്. 5 കോടിയെ മാറ്റി വെച്ചിട്ടുള്ളെങ്കിലും അവിടെയെല്ലാം സ്വകാര്യ മേഖലകൾക്കുള്ള സാധ്യത തുറന്നിടുകയായിരുന്നു. ഇതെല്ലാം അത്തരം സ്വകാര്യ മേഖലകൾക്ക്, സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിന് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ എയർപോർട്ട്, ലൈറ്റ് മെട്രോയുടെ കാര്യത്തിൽ അത് ഇത്തവണ ഞാൻ ആലോചിക്കുന്നത് മുമ്പത്തേതുപോലെ ആയിരിക്കില്ല. ഒരുപക്ഷെ അതൊരു PPP മോഡൽ എന്നുള്ള നിലയ്ക്ക് വന്നാൽ അതിൻ്റെ സാധ്യത കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്.